ഇടുക്കി വെള്ളിയാമറ്റം പതിക്കമലത്തോട്ടിൽ മലവെള്ളപ്പാച്ചിൽ. സമീപത്തുണ്ടായിരുന്ന ഇരുചക്ര വാഹനം ഒഴുക്കിൽപ്പെട്ടു. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, ഈ ഇരുചക്ര വാഹനം ഒഴുക്കിൽപ്പെട്ടു എന്ന് പറയുമ്പോൾ ആളുകൾ ആരെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ? കനത്ത മഴ ഇടുക്കിയിലുമുണ്ട്, റെഡ് അലേർട്ടും ഉണ്ടല്ലോ. ഗോകുൽ, ആർക്കും അപകടമില്ല, ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെള്ളിയാമറ്റം പതുക്കമലയിൽ ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ മലവെള്ളപ്പാച്ചിൽ എത്തിയത്. അതിശക്തമായ മഴയായിരുന്നു. ഈ വനത്തിനുള്ളിലൊക്കെ ശക്തമായ മഴ പെയ്തിരുന്നു. അതേ തുടർന്നാണ് ഈ മലവെള്ളപ്പാച്ചിൽ അപ്രതീക്ഷിതമായി എത്തിയത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ സൈഡിൽ നിർത്തിവെച്ചിരുന്ന ബൈക്കാണ്, അതാണ് ഈ ഒഴുക്കിക്കൊണ്ട് പോവുകയും ചെയ്തത് എന്നുള്ളത് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുകയും ചെയ്തിട്ടുള്ളത്. സമാനമായ രീതിയിൽ വീണ്ടും ജലനിരപ്പ് ഇതുപോലെ തന്നെ ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായ ജാഗ്രത പാലിക്കണമെന്നുള്ള അറിയിപ്പ് കൂടി ആ പ്രദേശത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ചില നിയന്ത്രണങ്ങൾ കൂടി ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ട്. നേരത്തെ പലതവണ മണ്ണിടിച്ചിലുണ്ടായി വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള, വലിയ പാറകൾ റോഡിലേക്ക് പതിച്ചിട്ടുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് മഴ കനക്കുകയും റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും നിരോധിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത്. മാത്രമല്ല, ഖനന പ്രവർത്തനങ്ങൾക്കും ക്വാറികൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലയിൽ എന്നുള്ള കാര്യം കൂടി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം ബാക്കി നടപടികൾ മുന്നോട്ട് പോകാൻ. മാത്രമല്ല, രാത്രി യാത്ര ഉൾപ്പെടെ കൃത്യമായ ജാഗ്രതയോടുകൂടി മാത്രം നടത്തുക. അടിമാലി, വാളറ, നേര്യമംഗലം ഈ മേഖലകളിൽ വലിയ അപകടം പതിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു മാത്രം ഇതുവഴി രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുക. ശരി രാഹുൽ, ഏതായാലും വീക്കെൻഡാണ്, അപ്പോൾ മൂന്നാറിലേക്കൊക്കെ യാത്ര ചെയ്യുന്നവർ സൂക്ഷിക്കുക. ഒപ്പം ഗ്യാപ്പ് റോഡിൽ ഗതാഗതം നിരോധിച്ചിട്ടുണ്ട് രാത്രിയിൽ. ഒപ്പം മറ്റിടങ്ങളിലും ഈ പറഞ്ഞ നേര്യമംഗലം പാതയിലൊക്കെ ആണെങ്കിലും മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ജാഗ്രതയോടുകൂടി പരമാവധി രാത്രിയിലുള്ള യാത്രകൾ ഒഴിവാക്കുക. മറ്റ് ഖനന പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇടുക്കിയിൽ.